നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു ഓൾ ഇൻ വൺ സോഫ്റ്റ്വെയർ ആണ്. നിങ്ങളുടെ കയ്യിൽ ഒരു കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഉണ്ടെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കുറേയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ഒറ്റ സോഫ്റ്റ്വെയറിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾക്ക് വിർച്വൽ അവതാർ ക്രിയേറ്റ് ചെയ്യണോ, പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യണോ, ഗെയിം പ്ലേ റെക്കോർഡ് ചെയ്യണോ, സ്ക്രീൻ റെക്കോർഡ് ചെയ്യണോ, വീഡിയോ എഡിറ്റ് ചെയ്യണോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒറ്റ സോഫ്റ്റ്വെയറിലൂടെ ചെയ്യാൻ പറ്റുന്ന വണ്ടർഷെയറിന്റെ ഡെമോ ക്രിയേറ്റർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഓൾറെഡി ഞാൻ ഡെമോ ക്രിയേറ്ററിന്റെ വീഡിയോ മുമ്പും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഈ ഡെമോ ക്രിയേറ്ററിൽ കുറേയധികം അപ്ഡേറ്റുകളും മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ഇതിന് മൊത്തം ഇന്റർഫേസിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് പരിചയപ്പെടാം. ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഈ പുതിയ ആ ഒരു ലുക്കിലേക്ക് മാറാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അതുകൊണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഇന്റർഫേസിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇവിടെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ഓൾറെഡി എന്റെ കമ്പ്യൂട്ടറിൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും കാണാനായിട്ട് സാധിക്കുക. ഇവിടെ രണ്ട് ഓപ്ഷൻ ആണ് മെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്: വീഡിയോ റെക്കോർഡർ, അതേപോലെ തന്നെ വീഡിയോ എഡിറ്റർ. അപ്പോൾ നമുക്ക് ആദ്യം ഓപ്പൺ ആക്കി നോക്കേണ്ടത് ഈ വീഡിയോ റെക്കോർഡർ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. വീഡിയോ റെക്കോർഡർ ഓപ്പൺ ആയി കഴിയുമ്പോൾ നോക്കുക, ഇവിടെ കുറേയധികം സബ് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇവിടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം, സ്ക്രീൻ ക്യാമറ റെക്കോർഡ് ചെയ്യാം, ക്യാമറ റെക്കോർഡ് ചെയ്യാം, ഗെയിം പ്ലേ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും, വിർച്വൽ അവതാർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, വീഡിയോ പ്രസന്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ സ്ക്രീൻ റെക്കോർഡിംഗ് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. സ്ക്രീൻ റെക്കോർഡിംഗ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. അതായത് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ലാപ്ടോപ്പിന്റെ സ്ക്രീൻ എത്രയും റെക്കോർഡ് ചെയ്യണമെന്നുള്ളത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ റെക്കോർഡ് ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. മൈക്കിന്റെ സൗണ്ട് വേണോ വേണ്ടയോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ ക്യാമറ, ഗെയിം, വിർച്വൽ അവതാർ, അങ്ങനെയുള്ള കുറെ ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഓരോന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ആദ്യം കണ്ട ഓപ്ഷൻസ് ഉണ്ടല്ലോ, അതേ ഓപ്ഷൻസ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഓരോ ഓപ്ഷനിലേക്ക് മാറാനും ഇവിടെ ഒന്ന് സാധിക്കുന്നതാണ്. ഇത് ക്ലോസ് ചെയ്യാനായിട്ട് ഇവിടെ ഈ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഈ മൂന്ന് ഓപ്ഷൻസ് ഏകദേശം ഒരേപോലുള്ള ഓപ്ഷൻസ് ആണ്. ഏകദേശം സെയിം സെറ്റിംഗ്സ് ഒക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഗെയിം പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് ഗെയിം വിൻഡോ ഇതേപോലെ സെലക്ട് ചെയ്യണം. അതിനുശേഷം ആ റെക്കോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗെയിം പ്ലേ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വിർച്വൽ അവതാർ എന്താണെന്നും അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. അതിനായിട്ട് വിർച്വൽ അവതാറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം. വിർച്വൽ അവതാറിന്റെ യൂസ് വരുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ളവരാണ്. പക്ഷേ നിങ്ങളുടെ ഫേസ് കാണിക്കാതെ വീഡിയോ ചെയ്യാനാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഈ ഒരു വിർച്വൽ അവതാർ എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ കുറേയധികം അവതാർസ് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാം. ആ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചുള്ള അവതാർ നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അത് മാത്രമല്ല ലിപ്സിങ്കും അതേപോലെ തന്നെ നിങ്ങളുടെ ആക്ഷൻസും ഒക്കെ തന്നെ അതേപോലെ തന്നെ ഈ അവതാരം കാണിക്കും. ഞാനിവിടെ രണ്ട് കൈ പൊക്കി പിടിച്ചിരിക്കുകയാണ്. അവതാരം രണ്ട് കൈ പൊക്കിയിട്ടുണ്ട്. കൈ താത്തപ്പം അവതാർ കൈ താത്തു, തമ്പ് കാണിച്ചപ്പം അതേപോലെ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അതേ രീതിയിൽ തന്നെ അവതാർ അവിടെ പ്രസന്റ് ചെയ്തോളൂ. നമ്മൾ നോർമലായിട്ട് ഇതേപോലെ ഇരുന്ന് വീഡിയോ പറഞ്ഞ് റെക്കോർഡ് ചെയ്താൽ മതി. ആ സ്ക്രീൻ റെക്കോർഡിംഗിൽ അവതാർ സഹിതം നമുക്ക് വീഡിയോ സെറ്റ് ആക്കി എടുക്കാൻ സാധിക്കും. ഇനി ഇവിടെ മറ്റു ചില ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് പല രീതിയിലുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. നോക്കുക, ഇവിടെ കുറേ ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്തുകൊണ്ട് വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം അടുത്തൊരു ഓപ്ഷനാണ് ടെലിപ്രോംപ്റ്റർ. ടെലിപ്രോംപ്റ്റർ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം ഇതേപോലെ ഇരുന്ന് വീഡിയോ ചെയ്യുന്നു. നമ്മുടെ വീഡിയോ സ്ക്രിപ്റ്റ് നമുക്ക് ഈ ഒരു സ്ക്രീനിലേക്ക് തന്നെ കൊണ്ടുവരാനും അതിനുശേഷം ആ സ്ക്രിപ്റ്റ് നോക്കി നമുക്ക് വീഡിയോകൾ ചെയ്യാനും സാധിക്കും. അപ്പം നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എയുടെ സഹായത്തോടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോംപ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതിനോടൊപ്പം തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇമ്പോർട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിരിക്കുന്ന ഫയലുകൾ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. ഞാനിവിടെ ചെറിയൊരു പ്രോംപ്റ്റ് കൊടുത്ത് ഹൗ ടു ഗ്രോ ഓൺ യൂട്യൂബ് എന്ന് കൊടുത്തു. അതിനുശേഷം ഈ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇംപ്രൂവ് റൈറ്റിംഗ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. ഇനി ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് തരും. നോക്കുക, ഇത്രയും കാര്യമേ ഉള്ളൂ. അതിനുശേഷം ഈ ഒരു ടിക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോംപ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഇതേപോലെ ഇരുന്നിട്ട് നമ്മുടെ വീഡിയോ ഇങ്ങനെ പ്രോംപ്റ്റ് നോക്കി പറഞ്ഞാൽ മതി. ഈ ന്യൂസ് ചാനലുകളിലൊക്കെ ഇങ്ങനെ ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ അവതാർ വെച്ചിട്ടൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഇതും കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. നമുക്ക് AI വെച്ച് എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് സ്വന്തമായിട്ട് എഴുതിയ സ്ക്രിപ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ പ്രസന്റേഷൻ ആണ്. ഇത് കുറച്ചുകൂടി അടിപൊളി ഒരു ഫീച്ചർ ആണ്. വീഡിയോ പ്രസന്റേഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരിക. ഇവിടെ നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നത് ഈ കാണുന്ന ഒരു ബട്ടൺ ഉണ്ടല്ലോ, ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ സർക്കിൾ അതേപോലെ സ്ക്വയർ ഇങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഏത് രീതിയിലാണോ വീഡിയോ വേണ്ടത് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ഇനി ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞിട്ട് വീഡിയോ ഇതേപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇട്ടുകൊണ്ട് തന്നെ ചെയ്യാം. സർക്കിൾ ആക്കി വീഡിയോ ഇതേപോലെ സൈഡിലേക്ക് എവിടെയെങ്കിലും മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇവിടെ മറ്റൊരു ഓപ്ഷനോട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂഷൻ ഡിസ്പ്ലേ, നമ്മൾ ആദ്യം കാണിച്ച അതേ സെറ്റിംഗ്സ് തന്നെ ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മെർജ് ഡിസ്പ്ലേ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ ഒരു അക്സെപ്റ്റ് റേഷ്യോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിൽ ഇതേപോലെ മാറ്റാനായിട്ടും ഇവിടെ ഒന്ന് സാധിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. കുറേ ബാക്ക്ഗ്രൗണ്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് രീതിയിലുള്ള പ്രസന്റേഷൻ ആണോ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ സ്ട്രീമിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ സൂം മീറ്റിംഗിലും മൈക്രോസോഫ്റ്റ് ടീം അതേപോലെ ഗൂഗിൾ മീറ്റ് ഇങ്ങനെയൊക്കെയുള്ള ഇടങ്ങളിലൂടെ നമുക്ക് ഇത് സ്ട്രീം ചെയ്യാനായിട്ട് സാധിക്കും, ലൈവ് സ്ട്രീം ചെയ്യാൻ സാധിക്കും. യൂട്യൂബിന്റെ ഒക്കെ ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട്. അതേഴ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതും ഇവിടെ വന്ന് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇവിടെ കാണുന്ന ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഫയലുകൾ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് സ്റ്റാർട്ട് ഷെയറിംഗിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഈ സ്ക്രീനിലേക്ക് ഫയലുകൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ ഇതേപോലെ നമ്മൾ ഫയൽ ആഡ് ചെയ്ത് അത് നമുക്ക് ഫോർവേഡും ബാക്ക്വേഡും ഒക്കെ ആക്കാനായിട്ട് സാധിക്കും. ഇതിപ്പോ നോക്കുക, സെൻഡ് ബാക്ക്വേഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫയൽ ഇതിന്റെ നമ്മുടെ മെയിൻ ഫയലിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം പ്രസന്റേഷൻ സെക്ഷനിൽ ഇത്രയും കാര്യങ്ങളാണ്. അതിനുശേഷം നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്തതിനു ശേഷം റെക്കോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആവും. എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഇവിടെ നിന്ന് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നേരെ ഇത് ഓപ്പൺ ആകുക നമ്മുടെ എഡിറ്ററിലേക്കായിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കിക്കൊള്ളുക, ഇങ്ങനെ ഒരു വിൻഡോ ആദ്യം കാണിക്കും. അതിനുശേഷം നമുക്ക് ഇവിടെ റീ റെക്കോർഡ് ചെയ്യാം, ക്വിക്ക് എക്സ്പോർട്ട് ഉണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് എഡിറ്റിംഗ് എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ എഡിറ്റർ അങ്ങ് ഓപ്പൺ ആവും. അതായത് ഈ സോഫ്റ്റ്വെയറിനുള്ളിലുള്ള ആ ഒരു ഡെമോ ക്രിയേറ്ററിന്റെ എഡിറ്ററിലേക്ക് ഇത് ഓപ്പൺ ആവും. ഓക്കെ, ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു പ്രസന്റേഷൻ ആ ഒരു ഫയൽ ഈ എഡിറ്ററിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എല്ലാ രീതിയിലുള്ള എഡിറ്റിംഗ്, സാധാരണ ഒരു നല്ല എഡിറ്ററിൽ കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിലുണ്ട്. ഇവിടെ എഫക്ട്സ് ആഡ് ചെയ്യാം, അതേപോലെ ട്രാൻസിഷൻസ് ഉണ്ട്, ആനിമേഷൻസ് ഇഷ്ടം പോലെ ലഭിക്കും, ക്യാപ്ഷൻസ് ഉണ്ട്, സ്റ്റിക്കേഴ്സ് ഉണ്ട്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ തന്നെ വളരെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ വീഡിയോയിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇതിൽ ചില പുതിയ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ഓട്ടോ ക്യാപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സ്റ്റാർട്ട് റെക്കഗ്നൈസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിലെ ഓഡിയോ റെക്കഗ്നൈസ് ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ക്യാപ്ഷൻസ് ആഡ് ചെയ്യും. അങ്ങനെ കുറെ പുതിയ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ സ്പീച്ച് ടു ടെസ്റ്റിലേക്ക് നമുക്ക് എയുടെ സഹായത്തോടെ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊരു ഇമ്പോർട്ടന്റ് ഫീച്ചർ ആണ് എ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിൽ നോയ്സ് റിഡക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുകയോ പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യുകയോ ഗെയിം റെക്കോർഡ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതും നമുക്ക് ഈ ഒരു എഡിറ്ററിൽ കൊണ്ടുവന്നിട്ട് എഡിറ്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പ്ലസ് ഐക്കനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റെക്കോർഡ് ചെയ്തിട്ടുള്ള ഫയലുകൾ ഇതേപോലെ ഇവിടെ വന്ന് ഈ സോഫ്റ്റ്വെയറിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ സാധാരണ എഡിറ്റ് ചെയ്യുന്ന രീതിയിൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഇതിലെ എല്ലാ ഫീച്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം എഡിറ്റിംഗ് കംപ്ലീറ്റ് ആയി എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4K ക്വാളിറ്റിയിൽ വരെ ഇവിടെ നിന്ന് ഫയലുകൾ എക്സ്പോർട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഹൈ ക്വാളിറ്റിയിൽ തന്നെ എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഫ്രീ വെർഷൻ ഉപയോഗിച്ച് നോക്കാം. ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ ബൈ ചെയ്യാനുള്ള പാക്കേജുകൾ കൊടുത്തിട്ടുണ്ട്. 1 മന്തോ 1 ഇയറോ ലൈഫ് ടൈം പ്ലാൻ ഒക്കെ ഇതിലുണ്ട്. അത് നിങ്ങൾക്ക് ബൈ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഡിസ്ക്രിപ്ഷൻ ഞാൻ എന്തായാലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയറിന്റെ വെബ്സൈറ്റിൽ എത്താനായിട്ട് സാധിക്കും. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുമെന്ന് കരുതുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുള്ളവർ മറക്കാവുന്ന ലൈക്ക് ചെയ്തേക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.